എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിശിഷ്ട വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏകദേശം ഒരു വർഷത്തോളമായി നമ്മൾ ഈ ഒരു ദിവസത്തിലേക്കുള്ള സ്വപ്നതുല്യമായ യാത്ര തുടങ്ങിയിട്ട് നമ്മുടെ സഹപാഠി പ്രിയയുടെ മനസ്സിൽ തോന്നിയ വെറുമൊരു ആശയം, ആ ആശയത്തെ കയ്യെത്തും ദൂരത്തുള്ള കുറച്ചു പേരിലേക്ക് അവൾ എത്തിക്കുകയും എന്തിനും ഏതിനും തയ്യാറായിക്കൊണ്ട് അവരും മുന്നോട്ട് വന്നതോടുകൂടി നമ്മുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് ഒരു അടിത്തറയുണ്ടാവുകയും പിന്നീടത് 96 റൺസ് എന്ന പേരിൽ ശക്തിപ്പെടുകയും ചെയ്തു. നമ്മുടെ ഈ ഒരു ആഗ്രഹം സ്കൂളും അതുപോലെ നമ്മുടെ അധ്യാപകരും ഏറ്റെടുക്കുകയും നമുക്കൊരു പച്ചക്കൊടി കാണിക്കുകയും ചെയ്തതോടുകൂടി നമ്മൾ ആ ഒരു ദിവസം മുതൽ ഇതിൻ്റെ പിറകെയായിരുന്നു. നമ്മുടെ വിശിഷ്ട അതിഥിയും നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ മാധവേട്ടനെ ഈ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഗുരുനാഥൻ പ്രഥമാധ്യാപകനും CV തിലകരാജ് മാഷിനെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് എൻ്റെ പേരിലും 96 റൺസിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ആശംസാ ഭാഷകനായ നമ്മുടെ പ്രഥമ പ്രിൻസിപ്പൽ K. രവീന്ദ്രൻ മാഷെ ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും 96 റൺസിൻ്റെ പേരിലും
ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മധുരമൂറുന്ന ഗതകാല സ്മൃതികളാൽ സൂര്യതേജസ്സോടെ നമ്മളെ തിരികെ വിളിക്കുന്നു മമ്പ്രം ഹൈസ്കൂൾ എന്ന മഹാവിദ്യാലയം. ചെറിയ മൺപാതകളും വലിയ ആകാശവും സദാ ഇമ്പവും കമ്പവും നൽകിയൊഴുകുന്ന അഞ്ചരക്കണ്ടിപ്പുഴയ്ക്ക് തിലകച്ചാർത്തായ മമ്പ്രം ടൗണിൽ നിന്നും തെല്ലുമാറി മനോഹരമായ കുന്നിൻമുകളിൽ 1983 ഒരു സരസ്വതീ ക്ഷേത്രം ഇരുപ്പിറവികൊള്ളുന്നു. മമ്പ്രം ഹൈസ്കൂൾ, ഇന്നത്തെ മമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂൾ. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി പതിനായിരങ്ങൾക്ക് അറിവിൻ്റെ ജീവിതപ്പീര് നൽകിയ പരശതങ്ങൾക്ക് ഔന്നത്യത്തിൻ്റെ ആത്മശിഖരമായി മാറിയ മമ്പ്രം ഹൈസ്കൂൾ. മനുഷ്യസ്നേഹപരമായ സന്ദേശത്തിലൂടെ മാനവ സമൂഹത്തിന് വിജയവീതിയൊരുക്കുവാൻ, തങ്ങളുടെയും മമ്പ്രം പ്രദേശവാസികളുടെയും ജീവിതം കരുപിടിപ്പിക്കുവാൻ വിദ്യാഭ്യാസമുള്ള ഒരു നല്ല തലമുറയെ സ്വപ്നം കണ്ട വിശാല വീക്ഷണമുള്ളവരുടെ കൂട്ടായ്മ മമ്പ്രം എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് സമൂഹ മധ്യേ നടത്തിയ ത്യാഗത്തിൻ്റെ നാൾവഴി അടയാളമാണ് മമ്പ്രം ഹൈസ്കൂൾ. 1983 5 ക്ലാസുകളിലായി അറിവിൻ്റെ നറുവെളിച്ചം പകർന്നു തുടങ്ങിയ ഈ വിദ്യാലയം 4 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 2500ഓളം വിദ്യാർത്ഥികൾ അധ്യയനം നടത്തുന്ന പതിനായിരങ്ങളെ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൈപിടിച്ചുയർത്തിയ വിദ്യാഭ്യാസ കേദാരമായി മാറിയിരിക്കുന്നു. ഈ മഹാവിദ്യാലയത്തിൻ്റെ ഭാഗമായി തീരാൻ സാധിച്ചതിൽ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷിക്കാം, അഭിമാനിക്കാം. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതത്തീലി തന്നു. ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതത്തീലി തന്നു. എന്റെ ചിറകിനാകാശവും നീ തന്നു, നിന്നാത്മശിഖരത്തിലൊരു കൂടു തന്നു, ആത്മശിഖരത്തിലൊരു കൂടു തന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സ്വാഗത ഭാഷകൻ ഈയൊരു ചടങ്ങിൻ്റെ, നമ്മുടെ ഒരു കൂട്ടായ്മയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ജനറൽ കൺവീനറുമായ ശ്രീകുമാർ പറഞ്ഞതുപോലെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനും അതുപോലെ തന്നെ തയ്യാറെടുപ്പുകൾക്കും ശേഷമാണ് നമുക്ക് മുന്നിൽ ഇങ്ങനെ ഒരു സുദിനം ഇവിടെ വന്നെത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മുന്നിൽ കൂടിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 28 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു വിദ്യാലയത്തിൻ്റെ കൂടിയിരിക്കുന്ന ഇതേ തിരുമുറ്റത്ത് നിന്ന് ജീവിതത്തിൻ്റെ പല വഴികളിലേക്ക് എങ്ങോട്ടെന്നില്ലാതെ പോയവരാണ് നമ്മൾ. കൃത്യമായി പറഞ്ഞാൽ 1993 ഈ കുന്നുമുകളിലേക്ക് എന്തെന്നില്ലാതെ കയറി വരികയും 96 തിരിച്ചു പോവുകയും ചെയ്യുമ്പോൾ ഒട്ടേറെ സൗഹൃദങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഗുരുശിഷ്യ ബന്ധങ്ങളും ഒക്കെ അവിടെ പാതി വഴിയിൽ ഉപേക്ഷിച്ചു കൊണ്ട് പോയവരാണ് നമ്മളെല്ലാവരും. പിന്നീട് അങ്ങോട്ട് നമ്മുടെ സഹപാഠികളെ കാണുമ്പോഴോ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടുമ്പോഴോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരെ കണ്ടുമുട്ടുമ്പോഴോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ ഓർമ്മകളെ ഒരിക്കൽ കൂടി വാരിയെടുക്കാനും ആ മധുര സ്മരണകൾ പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസത്തെ ധന്യമാക്കാനുമാണ് നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാൻ ഇന്ന് നമ്മുടെ അധ്യാപകർ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ കണ്ട കാഴ്ച, പഴയ കുട്ടികളെ പോലെ അധ്യാപകരെ ചേർത്ത് പിടിക്കുകയാണ്. മാഷെ അറിയോ, ടീച്ചറെ അറിയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. ഇത് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ചടങ്ങ് കൊണ്ട്, ഇന്നത്തെ ഈ ഒരു കൂട്ടായ്മ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അത് നമ്മൾ ആ ഒരു ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയിരിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജർ ഈ ഒരു സ്ഥാപനത്തെ എങ്ങനെയാണ് വളർത്തിയെടുത്ത് വലുതാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 40 വയസ്സ് പിന്നിട്ട ഈ സ്കൂളിന് ഇനിയും അങ്ങോട്ടേക്ക് പോകാനുള്ള എല്ലാ പിന്തുണയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് ഈ ഒരു അവസരത്തിൽ ഉറപ്പ് നൽകിയാണ്. സ്കൂളിൻ്റെ 40ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ മാധവേട്ടൻ തന്നെ വിഭാവനം ചെയ്തൊരു കാര്യമാണ് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു വലിയൊരു കൂട്ടായ്മ. കൂടുതലൊന്നും ഈ ഒരു സമയത്ത് പറയുന്നത് അനുചിതമാണ് എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ നിർവഹിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും ഈ കൂട്ടായ്മയിൽ ഓരോരുത്തരും, എനിക്ക് പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാകും എന്ന് മാത്രം ഓർത്തുകൊണ്ട് ഈ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് പിന്നണിയിൽ പ്രവർത്തിച്ച ചിലവർ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അവരെയൊക്കെ അനുവാദത്തോടു കൂടി ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കാനായി ഏറെ പ്രിയങ്കരനായ മാധവേട്ടനെ ഞാൻ ക്ഷണിക്കുകയാണ്.
90-ാം ആണ്ട് എന്ന നിലയിൽ വളരെ അത്യപൂർവമായി ഇവിടെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഇവിടെ സംഘടിപ്പിച്ചതിൽ നേതൃത്വപരമായ പങ്ക് വളരെയധികം അഭിനന്ദനാർഹമാണ്. ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നതിനുള്ള അഭിമുഖീകരിക്കുന്ന വിഷമതകൾ സ്വയം അനുഭവത്തിൽ എനിക്കറിയാം. 41 വർഷം പിന്നിടുന്ന സ്കൂൾ 43 വയസ്സിലേക്ക് നീങ്ങുന്ന നിങ്ങൾ സംഘടിപ്പിച്ച ഈ ഒരു അഭൂതപൂർവമായ സംഗമം കാണാനും ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മ 90-ാം ആണ്ട് കൂട്ടായ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. മമ്പറം പി മാധവേട്ടൻ. മമ്പറം പി മാധവേട്ടൻ 4 പതിറ്റാണ്ട് പിന്നിടുന്ന മമ്പറം ഹൈസ്കൂൾ എന്ന മഹാവിദ്യാലയത്തിന്റെ സ്ഥാപക മനസ്സിനുടമയായ അഭിവാദ്യനായ മാനേജർ മമ്പറം പി മാധവേട്ടൻ. വളരെ സന്തോഷമുണ്ട്. ഇവിടെ തുടക്കത്തിലേ പറഞ്ഞു ഞാനിങ്ങനെ മുള്ളുമ്മിലിരുന്ന പോലെയാണ് ഉള്ളത്. എൻ്റെ അനുജത്തിയുടെ മോൻ്റെ കല്യാണമാണ്. 11 മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടും. അതിനു മുമ്പേ പോയിട്ടൊന്ന് അരിഞ്ഞൊരിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പറയേണ്ടി വന്നതിൽ സത്യത്തിൽ എനിക്ക് വല്ലാതെ ഖേദമുണ്ട്. ഞാൻ ഈ ചടങ്ങിൽ ആദ്യം മുതലേ രജീഷ് എൻ്റെ അടുക്ക വന്ന് സംസാരിച്ച മുതലേ ഇതിൽ എൻ്റെ മക്കളെ കാണാൻ, കാരണം അത്രയധികം ആത്മാർത്ഥമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. നല്ലൊരു കൂട്ടായ്മയായിരിക്കും. നല്ല മതവട്ടം പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും നിറപ്പാക്കിട്ടാറുന്ന ഒരു ചടങ്ങായിരിക്കുമെന്ന് എനിക്കറിയാം. അതിനേക്കാളുപരി ചടങ്ങിൻ്റെ നിറപ്പെട്ടല്ല എനിക്ക് പ്രാധാന്യം. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ കാണാൻ അവരുടെ ഒരു അല്പനേരം ചെലവഴിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങേറ്റം സന്തോഷമുള്ള കാര്യം. ഒരു വർഷം മുമ്പേ, എനിക്ക് തോന്നുന്നു അതിനേക്കാൾ മുൻപേ പ്ലാൻ ചെയ്ത് ഡേറ്റ് ഫിക്സ് ചെയ്ത്, അപ്പോൾ അത്രയധികം ഇവിടെ നമ്മളെ കാണണം, സുഹൃത്തുക്കളെ കാണണം, സ്നേഹം പങ്കിടണം എന്നാഗ്രഹിച്ച് വരുമ്പോൾ ഞാൻ എന്തും മാറ്റിവെച്ച് ഇവിടെ എത്തണം എന്നുള്ളൊരു മോഹം എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ എവിടെ പോയാലും മമ്പറം സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ആ സംസ്കാരവും അച്ചടക്കവും നിങ്ങളിൽ ഉണ്ടായിരിക്കും. അത് പ്രതിഫലിക്കും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇവിടെ പഠിക്കാൻ കഴിഞ്ഞതിൽ ഈ പ്രഗത്ഭരായ അധ്യാപകർ, സ്നേഹസമ്പന്നരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ നിങ്ങൾക്ക് വളരാൻ കഴിഞ്ഞത് അനുഗ്രഹമായി ഒരു കണക്കാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹമാണത്. എന്നെ ക്ഷണിച്ചതിന്, എനിക്കവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് നന്ദി, സന്തോഷം. സുവനീർ പ്രകാശനം. 96 റൺസിന്റെ സർഗസൃഷ്ടി. 96 റൺസിന്റെ സുവനീർ കയ്യൊപ്പ് ഈ മഹനീയ സാന്നിധ്യത്തിൽ പ്രകാശനം ചെയ്യുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു കണ്ടുമുട്ടലുണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. എൻ്റെ പ്രിയ ശിഷ്യന്മാരെ, 28 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് കാണുമ്പോൾ എൻ്റെ യൗവന കാലഘട്ടത്തിലേക്ക് ഞാൻ പോവുകയാണ്. ആർക്കും വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പേരുകൾ മറന്നുപോയിട്ടുണ്ടായിരിക്കാം, പക്ഷേ എന്നിരുന്നാലും എല്ലാ മുഖങ്ങളും സുപരിചിതമായിരുന്നു. കാരണം അന്ന് ഈ സ്കൂളിൻ്റെ ബാല്യകാലത്തിലായിരുന്നു, നമ്മളൊക്കെ അന്ന് യൗവനത്തിലുമായിരുന്നു. നമ്മുടെ ഊർജം മുഴുവൻ നമ്മൾ ചെലവഴിച്ചത് നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടിയായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആ ഓർമ്മകൾ ഒരിക്കലും നമ്മൾ മറക്കാൻ പറ്റാത്ത ഓർമ്മകളായി ഇന്നും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഒരു കൂട്ടായ്മ നിങ്ങൾ സംഘടിപ്പിക്കാനുള്ള കാരണവും അതുതന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആ ബാല്യകാലത്തിലെ ആദ്യത്തെ ആ സൗഹൃദവും ആ സ്നേഹവും ഒക്കെ
ഊട്ടി ഉറപ്പിക്കുന്ന ഒരു കാലഘട്ടം. ആ ബാല്യകാലത്തുണ്ടാകുന്ന ആ സൗഹാർദ്ദം, ആ സ്നേഹബന്ധം നമ്മൾ എത്ര വളർന്നു വലുതായാലും നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. നമ്മുടെ ഏതെങ്കിലും കോണിൽ അതെപ്പോഴും ഉണ്ടായിരിക്കും. ആ സ്നേഹിതനെ, ആ സുഹൃത്തിനെ, ആ സ്നേഹിതയെ ഒരിക്കലെങ്കിലും കണ്ടുമുട്ടണമെന്നുള്ള ആഗ്രഹം. ഞാൻ ഏറെ ആദരിക്കുന്ന എൻ്റെ പൂർവ്വ അധ്യാപകർ, സത്യത്തിൽ അവർ വേദിയിലും അവർ സദസ്സിലും ഞാൻ വേദിയിലിരിക്കുമ്പോൾ എനിക്ക് അല്പം ജാള്യതയും മനോവിഷമവും ഉണ്ട്. പക്ഷേ ഞാൻ എന്നും നിങ്ങളെ ഓർക്കാറുണ്ട്. നിങ്ങളുടെ തൊട്ട് വന്ദിച്ച് മാത്രമേ എനിക്കിവിടെ 2 വാക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അതുപോലെ 96 എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. ഏറ്റവും തിളക്കമാർന്ന സന്ദർഭത്തിൽ നിങ്ങൾ സ്കൂളിൽ വരികയും എപ്പോഴും വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രം സ്പന്ദിച്ച ഹൃദയമുള്ള അധ്യാപകർ നിങ്ങളെ പഠിപ്പിക്കുകയും അതിനൊരു ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നുള്ളതാണ്. സതീർത്ഥ്യ സംഗമം സംഘടിപ്പിച്ച മുഴുവൻ ആൾക്കാർക്കും സ്കൂളിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ. എത്ര മനോഹരം എൻ്റെ വിദ്യാലയം, എന്തു മധുരമീ ഓർമ്മകൾക്ക്. അമരസ്മൃതികളുടെ സൗഗന്ധിക പൂവുകൾ ഹൃദയത്തിലേറ്റി പിന്നിട്ട കൗമാരകാലത്തിൻ്റെ നറുമണം ഒരിക്കൽ കൂടി പകർന്നേകാൻ. വികാരങ്ങളുടെ ഋതുഭേദങ്ങളിൽ പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും ഒരു കലാലയത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിലാവുകളിൽ ജീവിതം പങ്കുവച്ചവർ, 96 അരങ്ങിൽ നിന്നും പല വഴി വീതി വിട്ടവർ. അവർ ഇവിടെ വീണ്ടും പഴയ അരങ്ങിലേക്ക് പല വഴികളിൽ നിന്നും എത്തിച്ചേരുന്നു. ഇവിടെ നമ്മൾ പഴയ കളിക്കൂട്ടുകാർ. തിരനുരയുന്ന ജീവിത സമസ്യകൾക്കിടയിൽ ഓർമ്മിക്കാൻ ഒരു സ്നേഹപ്പൂക്കാലം തീർക്കാൻ നമുക്കൊന്നാവാം 96 ഇന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങുന്ന ആ പഴയ മണിയൊച്ചകളുടെ അതിരുകളില്ലാത്ത ഈ വിദ്യാലയത്തിൻ്റെ തിരുമുറ്റത്ത് ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു, മനസ്സിൻ മണിച്ചെപ്പിൽ മാഞ്ഞു പോകാതെ നാം. ഒരു മയിൽ പീലി പോൽ ചേർത്തു വച്ചു, നിറമുള്ള കൗമാര നഷ്ടചിത്രങ്ങളെ തിരികെ വരൂ, എൻ്റെ കൂടെ വരൂ, സുന്ദര സ്വപ്നങ്ങൾ നെയ്തു തരൂ. ഇന്നത്തെ ഈ ചടങ്ങ് ഇത്തരത്തിൽ മോടി പിടിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഓടിച്ചാടി നടന്ന് എല്ലാ ദിവസവും സ്കൂളിൽ ഓരോരുത്തരെ കാണാനും ഓരോരുത്തരുടെയും പുറകെ കൂടുവാനും ചെറിയ കുട്ടികളെപ്പോലെ കഴിഞ്ഞ ഒരു വർഷമായി സ്കൂളിൽ മുഴുവൻ സമയവും ഉള്ളത് കൊണ്ട് തന്നെ എനിക്കറിയാം നിങ്ങളിലുള്ള പലരും മനോജ് മാഷുടെ കൂടെയും അന്ന് നിങ്ങൾ എങ്ങനെയാണോ ക്ലാസ് റൂമിൽ KMKയുടെ ഒക്കെ കൂടെ ഓടിയത്, ഹരിമാഷുടെ പുറകെ നടന്നത്, ജോയി മാഷുടെ പുറകെ നടന്നത്, അതേപോലെ ഇന്ന് ഇവിടെ എത്തി സ്കൂളിൽ നിന്ന് അവരുടെ കൂടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കാനും അവരുടെ ഒരു വീഡിയോ സംഘടിപ്പിക്കാനും ഒക്കെ വേണ്ടി നിതാന്ത പരിശ്രമം നടത്തിയ ഈ ബാച്ചിലെ ഓരോരുത്തരെയും ഞാൻ ഇവിടെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്നിവിടെ എത്തിയ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ, ഞാനിവിടെ വന്നത് മുതൽ ഇതുവരെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, ഇവരുടെ ഈ കൂട്ടായ്മ ഇത്തരത്തിൽ ഭംഗിയാക്കി ഇവിടെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് അവരുടെ കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എൻ്റെ പ്രിയപ്പെട്ട 96 പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം അത് ഏറ്റവും മഹത്തരമായിട്ട്, ഏറ്റവും അതിഗംഭീരമായിട്ട് ഇന്നിവിടെ പൂവണിഞ്ഞിരിക്കുന്നു. അതിലൊരു സംശയവുമില്ല. സമയമേറെ വൈകി എന്നെനിക്കറിയാം. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഈ കൂട്ടായ്മ എല്ലാ പ്രതിസന്ധികളിലും
നിങ്ങളുടെ എല്ലാ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾക്ക് വലിയ ഒരു താങ്ങായി, തണലായി, തുണയായി മാറട്ടെ. അത് സമൂഹത്തിനും വലിയൊരു തണലായി മാറണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ മക്കളെയും നെഞ്ചോട് ചേർത്ത് അഭിനന്ദിച്ചുകൊണ്ട്, അഭിവാദ്യം ചെയ്തുകൊണ്ട്, ഏറ്റവും ആത്മാർത്ഥമായ ആശംസ നേർത്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. എത്രയോ കാലത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ സ്വപ്ന സാഫല്യത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. 28 വർഷങ്ങളുടെ ഓർമ്മകൾ അവിടെയായി കാത്തു നിൽക്കുന്നുണ്ട്. വളരെ വൈകാരികമായി നമ്മുടെ ഒത്തുചേരലിൻ്റെ ഉദ്ഘാടന സമ്മേളനം മനോഹരമായി ഇന്നിവിടെ നടന്നു കഴിഞ്ഞു. ഏകദേശം 1 വർഷം മുമ്പ് ഈ ദിവസത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയവരുണ്ട്, പിന്നീട് അതിനൊപ്പം വന്നവരുണ്ട്. ഈ നിമിഷം വരെ ഇതിനോടൊപ്പം മനസ്സ് ചേർത്ത് ഈ ദിവസത്തെ ഇത്ര മനോഹരമാക്കി എടുക്കാൻ പ്രയത്നിച്ച എല്ലാവരോടും നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ കൂട്ടായ്മയെ നിലനിർത്താനും സ്കൂൾ മുറ്റത്ത് തിരിച്ചെത്തിക്കാനും നിരവധി വ്യക്തികളുടെയും കമ്മിറ്റികളുടെയും പ്രയത്നമുണ്ട്. അവർക്കെല്ലാമുള്ള നന്ദി ഈ അവസരത്തിൽ പറയുകയാണ്. ഈ പരിപാടിയിൽ പല രീതിയിൽ ഇടപെടുകയും സഹായ സഹകരണങ്ങൾ നൽകിയവരുമായ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിക്കട്ടെ. അതിനുപരിയായി ലോകത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നും ഈ ഒത്തുചേരലിൻ്റെ ഭാഗമാകാൻ ഇവിടെ എത്തിയ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.